Namaskaram, dear students. Today we are going to discuss the financial statements. In the previous session, we discussed different systems of accounting and trial balance, adjusting entries, and the adjusted trial balance. In continuation to the previous session, today we are going to discuss how can we prepare financial statements from adjusted trial balance. അതായത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണെന്ന് നോക്കി, അതുപോലെ ട്രയൽ ബാലൻസ് എന്താണെന്ന് പറഞ്ഞു, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, പ്രധാനപ്പെട്ട അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു, അതുപോലെ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഇന്നത്തെ സെഷൻ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്? ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദി അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് prepared at the end of an accounting year so as to ascertain the business result and to find out the financial position of the organization. അതായത് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലം ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ ആസ്തി ബാധ്യതകളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനെയും സ്റ്റേറ്റ്മെന്റ്സിനെയും പൊതുവെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. Income statement is traditionally called trading and profit and loss account, and position statement is traditionally called balance sheet. So the income statement comprises trading and profit and loss account, trading account and profit and loss account, and the position statement, it is otherwise called balance sheet. അതായത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ പരമ്പരാഗതമായിട്ട് നമ്മൾ വിളിച്ചു വരുന്ന പേരാണത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ആസ്തി ബാധ്യതകളുടെ പൊസിഷൻ എന്താണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻ കണ്ടിന്യൂഷൻ ടു വിച്ച് വി ക്യാൻ സി അനദർ അക്കൗണ്ട് ദറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടും കൂടി കോമൺ ആയിട്ട് നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ ഇത് വിളിക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കിനി ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, അവിടെ ഏതെല്ലാം ഐറ്റംസ് ആണ് എഴുതുക, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോവുക. സോ വാട്ട് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയർ so as to ascertain the gross business result. Gross business result means gross profit or gross loss. അതായത് ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ വർഷത്തെ ബിസിനസിന്റെ പ്രവർത്തനത്തിന്റെ ഫലം, ഗ്രോസ് ആയിട്ടുള്ള ഫലം എന്താണ്, അത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇത് കണ്ടുപിടിക്കുക. ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന നോമിനൽ അക്കൗണ്ട് ആണ്, അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം വരയ്ക്കുന്ന നോമിനൽ അക്കൗണ്ട് ആണ് ഇത് ട്രേഡിംഗ് അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ വാല്യൂ ഓഫ് ഗുഡ്സ് യൂസ്ഡ് ഫോർ പർച്ചേസ്. അതായത് വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച ഗുഡ്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യുക. ആ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കഴിഞ്ഞ സെഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അഡ്ജസ്റ്റഡ് പർച്ചേസ് അല്ലെ. അഡ്ജസ്റ്റഡ് പർച്ചേസ് എങ്ങനെ കണ്ടുപിടിക്കുക? പർച്ചേസ് ലെസ് റിട്ടേൺസ്, അപ്പൊ എന്ത് കിട്ടും? നെറ്റ് പർച്ചേസ്. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് അഡ്ജസ്റ്റഡ് പർച്ചേസ്. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് പർച്ചേസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സെയിൽ, വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച ഗുഡ്സിന്റെ വാല്യൂ അതാണ്. സോ ദാറ്റ് ബിക്കംസ് ആൻ എക്സ്പെൻസ്, ഗ്രോസ് എക്സ്പെൻസ്. ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ. ഇൻ അഡീഷൻ ദാറ്റ്, എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്, expense on purchase of goods such as freight, carriage, cartage, then customs duty, octroi, landing charges, clearing charges, productive wages, fuel, water, etc. ഇങ്ങനെയുള്ള പർച്ചേസ്
ചെയ്ത സമയത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്തിയത് വരെയുള്ള എക്സ്പെൻസ്, അതിനാണ് എന്ത് വിളിക്കുക? എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകളും കൂടി ഡെബിറ്റ് ചെയ്യാം. ഇനി ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് എന്താണ്? ഗ്രോസ് ഇൻകം, ദാറ്റ് ഈസ് സെയിൽസ് വാല്യൂ. സെയിൽസ് വാല്യൂ ഹിയർ എങ്ങനെ നമുക്ക് അറിവ് ചെയ്യാൻ പറ്റും? ടോട്ടൽ സെയിൽസ് ലെസ് റിട്ടേൺസ്. സെയിൽസ് ലെസ് റിട്ടേൺസ് എന്നുള്ള വാല്യൂ, നെറ്റ് സെയിൽസ് വാല്യൂ ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. Thus, in trading account, we can see the gross expense and gross incomes are transferred. Gross expense-നെ ഡെബിറ്റ് ചെയ്യുന്നു, ഗ്രോസ് ഇൻകങ്ങളെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രധാനമായിട്ടും സെയിൽസ് ഇൻകം ആണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ദ ഡിഫറൻസ്, അങ്ങനെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? അതിന് ഡിഫറൻസ് എടുക്കുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു. ഇൻകവും എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതലുള്ളത്, ഇഫ് ദ ഇൻകം എക്സീഡ്സ് the expenses, ഇൻകം എക്സ്പെൻസിനേക്കാൾ അധികരിച്ചു വന്നാൽ we can see it is gross profit. അതിന് എന്ത് വിളിക്കാം? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ ഇഫ് എക്സ്പെൻസസ് എക്സീഡ്സ് ഇൻകം, എക്സ്പെൻസ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ, ഏതിനേക്കാൾ? ഇൻകത്തേക്കാൾ കൂടുതൽ വരുന്നതെങ്കിൽ it becomes gross loss. So the purpose of trading account is to ascertain gross profit or gross loss of the business. gross profit അല്ലെങ്കിൽ gross loss കണ്ടുപിടിക്കുവാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. Then what is profit and loss account? Profit and loss account is also a nominal account. It is also a part of financial statements prepared at the end of an accounting year to ascertain the net business result. അതായത് അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു നോമിനൽ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആ ബിസിനസ് സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഉദ്ദേശം. നെറ്റ് പ്രോഫിറ്റ് അഥവാ അറ്റാദായം, അല്ലെ? നെറ്റ് ആയിട്ട് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി വരയ്ക്കുന്ന നോമിനൽ അക്കൗണ്ട് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള നോമിനൽ അക്കൗണ്ട് ആണ് ഇത് profit and loss account. So this profit and loss account is prepared in continuation to trading account. ട്രേഡിംഗ് അക്കൗണ്ടിനെ തുടർന്ന് അതിനോടൊപ്പം തന്നെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. So the gross profit or gross loss obtained from the trading account is transferred to profit and loss account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസിൽ നിന്നായിരിക്കും. Okay, so in addition to this gross profit or gross loss, all indirect expenses are debited in the profit and loss account. Indirect expenses such as office expenses, administrative expenses, selling expenses, distribution expenses, financial expenses, depreciations and losses, miscellaneous expenses, or anticipated losses and provisions. All these are debited in profit and loss account. In the same way, all indirect incomes are credited in the profit and loss account. Indirect incomes and non-operating incomes and any other income or gain obtained during that financial year is credited in the profit and loss account. So these ledger account balances are obtained from our adjusted trial balance. നമ്മുടെ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിൽ നോക്കുക, ഇങ്ങനെ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകമുകളും ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലേക്കും ഇൻകങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഫൈനലി വി ടേക്ക് ദ ഡിഫറൻസ്. ദ ഡിഫറൻസ് മേ ഐദർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് has incomes. If the income exceeds expense, it shows net profit. On the other hand, if the expense exceeds incomes, expense ആണ് ഇൻകത്തേക്കാൾ കൂടുതലെങ്കിൽ it shows net loss. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു സ്ഥാപനത്തിലെ ഒരു വർഷത്തെ പ്രവർത്തന ഫലം, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, മലയാളത്തിൽ എന്താ പറയുക, അറ്റാദായം, അല്ലേ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം.
ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എല്ലാ നോർമൽ അക്കൗണ്ട് ബാലൻസുകളും ക്ലോസ് ചെയ്യുകയാണ്. അതിനി നെക്സ്റ്റ് ഇയറിലേക്ക് ബാലൻസ് ഇല്ല. ഇയർ എൻഡിൽ എല്ലാ നോർമൽ അക്കൗണ്ട് ബാലൻസുകളും ക്ലോസ് ചെയ്തിട്ടാണ്, ആ ക്ലോസ് ചെയ്ത ബാലൻസാണ് എവിടേക്ക് പോകുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കും പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അഡ്ജസ്റ്റഡ് പർച്ചേസ് എടുക്കുകയാണെന്നിരിക്കട്ടെ. അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല എഴുതുക, പകരം ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് എൻട്രി എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റ് ടു അഡ്ജസ്റ്റഡ് പർച്ചേസ്. അതുപോലെ നെറ്റ് സെയിൽസിലേക്ക് നമ്മൾ റിട്ടേൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ബാലൻസ് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഡെബിറ്റ് സൈഡിലേക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല സെയിൽസ് അക്കൗണ്ട് എഴുതുക, അവിടെ എന്താ എഴുതുക? ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സെയിൽസ്. അങ്ങനെ എല്ലാ നോർമൽ അക്കൗണ്ട് ബാലൻസുകളും എന്ത് ചെയ്യുന്നു? അതിൻ്റെതായ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ ക്ലോസ് ചെയ്തു പോകുന്നു. അത്തരം എൻട്രീസിന് നമ്മൾ പറയുന്ന പേരാണ്, ക്ലോസ് ആക്കിയ ഈ എൻട്രീസിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് എൻട്രീസ്. എന്താ വിളിക്കുക? ക്ലോസിംഗ് എൻട്രീസ്. അപ്പൊ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻട്രീസ് ആണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. എന്നാൽ ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അക്കൗണ്ടിനെ ക്ലോസ് ചെയ്തിട്ട് എവിടേക്ക് മാറ്റുന്നു? നമ്മളെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആയ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? അതിന്റെ നെറ്റ് റിസൾട്ട്, എല്ലാ ഇൻകങ്ങളും എല്ലാ എക്സ്പെൻസുകളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ നെറ്റ് റിസൾട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ നെറ്റ് റിസൾട്ടിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ആർക്ക് ലഭിക്കേണ്ടതാണ്? ഓണർക്ക് ലഭിക്കേണ്ടതായതുകൊണ്ട് ഓണറുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ അതാത് വർഷത്തെ അക്കൗണ്ടിങ് ഇയറിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റലോട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രോഫിറ്റ് ഫോർ ദാറ്റ് ഇയർ എന്ന് കാണിക്കാം. നെക്സ്റ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിലൂടെ എല്ലാ നോർമൽ അക്കൗണ്ട് ബാലൻസുകളും ക്ലോസ് ആയി, എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാലൻസേ ഇല്ല. ഇനി ബാക്കി അവശേഷിക്കുന്ന ബാലൻസുകൾ ഏതൊക്കെയാണ്? പേഴ്സണൽ അക്കൗണ്ട് ബാലൻസുകൾ, അതുപോലെ റിയൽ അക്കൗണ്ട് ബാലൻസ്. പേഴ്സണൽ അക്കൗണ്ട്സ് മീൻസ് ദ അക്കൗണ്ട്സ് ഇൻ ദ നെയിംസ് ഓഫ് പേഴ്സൺസ്, ഫേംസ് ആൻഡ് കമ്പനീസ്. വ്യക്തികളുടെ പേരുള്ള അക്കൗണ്ടുകൾ, സൺഡി ഡെറ്റേഴ്സ്, സൺഡി ക്രെഡിറ്റേഴ്സ്, അല്ലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകംസ്, അല്ലെ ഇതെല്ലാം എന്താണ്? പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ റിയൽ അക്കൗണ്ട് ബാലൻസസ്. റിയൽ അക്കൗണ്ട് ബാലൻസസ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പേരിലുള്ള അക്കൗണ്ടുകൾ, അതെല്ലാം റിയൽ അക്കൗണ്ട്. ഈ രണ്ട് കാറ്റഗറിയുള്ള അക്കൗണ്ട് ബാലൻസുകളാണ് ഇനി അവശേഷിച്ചത്. ഈ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഉപയോഗിച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ബാലൻസ് ഷീറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ആൻ അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പറഞ്ഞതുപോലെ ഒരു അക്കൗണ്ട് അല്ല ഏത്? ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ്, liabilities and capital of an organization on a particular date. ഒരു നിശ്ചിത ഡേറ്റിലെയാണ് ഈ പറയുന്നത്. യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ, അല്ലേ? നമ്മൾ പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ അല്ലെങ്കിൽ ആസെറ്റ് 31 March 2021. ഒരു ഇയറിന്റെ അവസാന ദിവസം, ആ ദിവസം കഴിയുമ്പോഴേക്കും ഫിനാൻഷ്യൽ പൊസിഷൻ വ്യത്യാസം വരാം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ അല്ലെങ്കിൽ 31 ഇരിക്കുന്ന ക്യാഷ് ആയിരിക്കില്ല നെക്സ്റ്റ് ഡേയിൽ വരുന്ന ക്യാഷ് ബാലൻസ്. അസറ്റ്സിനൊക്കെ വ്യത്യാസം വരാം, ലൈബിലിറ്റീസിന് വ്യത്യാസം വരാം, ബിക്കോസ് ഓഫ് ദി എഫക്ട് ഓഫ് ട്രാൻസാക്ഷൻസിന്റെ എഫക്ട് കൊണ്ട് ഇതിനൊക്കെ വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ്, ലൈബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ഷീറ്റ് വ്യത്യസ്ത ഫോർമാറ്റുകളിൽ സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് വെർട്ടിക്കൽ ഫോർമാറ്റിലും അതുപോലെ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലും, ലംബമായിട്ടും തിരശ്ചീനമായിട്ടും ഒക്കെ വ്യത്യസ്തങ്ങളായ ഫോർമാറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു സിമ്പിൾ ഫോർമാറ്റ്, തിരശ്ചീനമായിട്ടുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫോർമാറ്റിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഇവിടെ ടി ഫോമിൽ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ടി ഫോർമാറ്റിൽ വരയ്ക്കുക.
അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലയബിലിറ്റീസും ക്യാപിറ്റലും രേഖപ്പെടുത്താം. റൈറ്റ് സൈഡിൽ അസറ്റ്സ്, നമുക്ക് അസറ്റ്സിന്റെ ബാലൻസ് അവിടെ എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിലുള്ള നോമിനൽ അക്കൗണ്ട് ബാലൻസുകളെല്ലാം ഇവിടെ പോയി ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തു നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ റിയൽ അക്കൗണ്ട് ബാലൻസുകളും ഏതേ ഉള്ളൂ, പേഴ്സണൽ അക്കൗണ്ട് ബാലൻസുകൾ മാത്രമേ ഉള്ളൂ. അതിൽ അസറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതെല്ലാം റൈറ്റ് സൈഡിൽ എഴുതുക, അതുപോലെ ലയബിലിറ്റീസ് വരുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിൽ എഴുതുക, അതോടൊപ്പം ക്യാപിറ്റലും ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അതുമാത്രമല്ല നെറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ടും കൂടി ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് എഴുതാം. അതല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ, ആ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ കാണിക്കാം, ബാലൻസ് ഷീറ്റ് കാണിക്കാം. ഇത്രയും ഐറ്റംസ് കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അസറ്റ്സിന്റെ ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. നമ്മുടെ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഈ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ ബാലൻസ് ഷീറ്റ് ടാലി ആകണം. ടാലി ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അക്കൗണ്ട്സും കറക്റ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഈ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അത് ഗ്രൂപ്പ് ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്ത് എഴുതണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ്. ഗ്രൂപ്പിംഗ് മീൻസ് putting together same nature of assets under one group. അതായത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന, ഒരേ നാച്ചറിൽ വരുന്ന അസറ്റ്സിന് ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസറ്റ്സ് കാറ്റഗറിയിൽ വരുന്ന അസറ്റ്സ് എല്ലാം ഫിക്സഡ് അസറ്റ്സ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ കാണിക്കുക. അതുപോലെ കറണ്ട് അസറ്റ്സ് ഏതെല്ലാം കറണ്ട് അസറ്റ്സ് ഉണ്ടോ, ക്യാഷ്, ബാങ്ക്, സൺഡ്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇങ്ങനെ വരുന്ന എല്ലാം എന്താണ്, കറണ്ട് അസറ്റ്സ് ആണ്. അതെല്ലാം കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ആ ഗ്രൂപ്പിന്റെ കീഴിൽ കാണിക്കുക. അതുപോലെ തന്നെയാണ് ലയബിലിറ്റീസ്, ഫിക്സഡ് ലയബിലിറ്റീസ്, അതുപോലെ കറണ്ട് ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പുകളാക്കി കൃത്യമായി അറേഞ്ച് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണ്? ഐദർ ഓൺ ദ ബേസ് ഓഫ് ലിക്വിഡിറ്റി ഓർ ഓൺ ദ ബേസ് ഓഫ് പെർമനൻസി. സ്ഥിരതയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലോ. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? കൺവെർട്ടബിലിറ്റി ഇൻറ്റു ക്യാഷ്. അതായത് ക്യാഷ് ആയിട്ട് എളുപ്പം കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് വിളിക്കാം നമുക്ക് ലിക്വിഡിറ്റി. സോ കറണ്ട് അസറ്റ്സ് ക്യാൻ ഈസിലി ബി കൺവെർട്ടഡ് ഇൻറ്റു ക്യാഷ്. അതുപോലെയല്ല ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ അസറ്റ്സിനെ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ ലയബിലിറ്റീസും എളുപ്പം കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിന് നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്യാം. അപ്പോൾ അസറ്റ് സൈഡിൽ ലിക്വിഡിറ്റി അടിസ്ഥാനത്തിലാണെങ്കിൽ ആദ്യം വരും ക്യാഷ് ഇൻ ഹാൻഡ്, അടുത്ത് ക്യാഷ് അറ്റ് ബാങ്ക്. ആ ഒരു ഓർഡറിൽ ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റുകൾ അവസാനം വരും. അതുപോലെ ലയബിലിറ്റി സൈഡിൽ ഏറ്റവും എളുപ്പം കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആദ്യം, പതിയെ അല്ലെങ്കിൽ സാവധാനത്തിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് താഴെ വരും. ഓക്കെ, ഇത്തരത്തിൽ ലിക്വിഡിറ്റി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അത് തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് പെർമനൻസിയുടെ അടിസ്ഥാനത്തിലോ നമുക്ക് അസറ്റ്സിനെ ലയബിലിറ്റീസിനെ അറേഞ്ച് ചെയ്യാം. ഇതിനെയാണ് മാർഷലിംഗ് എന്ന് വിളിക്കുക. മാർഷലിംഗ് മീൻസ് അറേഞ്ചിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഐദർ ഓൺ ദി ഓർഡർ ഓഫ് പെർമനൻസി ഓർ ഓൺ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഇറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാർഷലിംഗ്. ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പൂർണ്ണമായ അർത്ഥത്തിലെത്തണമെങ്കിൽ വി ഹാവ് ടു ഗിവ് സം സപ്പോർട്ടീവ് ഇൻഫർമേഷൻ. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം. അതായത് വി ഹാവ് ടു അറ്റാച്ച് ഷെഡ്യൂൾസ് ടു അക്കൗണ്ട്സ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ് അലോങ് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന, സപ്പോർട്ടീവ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഷെഡ്യൂളുകളാണ് ഷെഡ്യൂൾസ് ടു അക്കൗണ്ട്സ്. അതുപോലെ സ്റ്റേറ്റ്മെന്റുകളാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. സോ വാട്ട് ആർ ഷെഡ്യൂൾസ് ടു അക്കൗണ്ട്സ്? Schedules to accounts are the supporting reports attached to the financial statements which provide detailed information about financial statements. For example,
the schedule of sundry debtors or schedule of sundry creditors, schedule of inventory, schedule of outstanding expenses, schedule of fixed assets. All these give a detailed information about the consolidated figure. അതായത് ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഐറ്റത്തിൻ്റെ ഫിഗർ എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ ഒരു ബ്രേക്കപ്പ് ഡീറ്റെയിൽസ് ഷെഡ്യൂളായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോടൊപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കുക? ഷെഡ്യൂൾസ് ടു അക്കൗണ്ട്സ്. ഇൻ ദ സെയിം വേ, നോട്ട്സ് ടു അക്കൗണ്ട്സ് ആർ ഓൾസോ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ attached to the financial statements in the form of statements or breakup details. For example, if in a financial statement they disclose their system of accounting is cash system of accounting or hybrid system of accounting or accrual system of accounting, അപ്പോൾ ഏത് സിസ്റ്റം അക്കൗണ്ടിങ് ആണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെന്ത് വിളിക്കാം? ദാറ്റ് ഈസ് എ നോട്ട്സ് ടു അക്കൗണ്ട്സ്. അക്കൗണ്ട്സിന് സപ്പോർട്ടീവായ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഓർ ദ മെത്തേഡ് ഓഫ് വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി, ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഓർ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഓർ ഇൻ കേസ് സം കണ്ടിൻജന്റ് ലൈബിലിറ്റീസ് ആർ ദെയർ, ദാറ്റ് ഡീറ്റെയിൽസ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്ലോസ്ഡ് ആസ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ അത്യാവശ്യം വേണ്ട ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഇൻഫർമേഷൻ കൂടി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കപ്പ് ഡീറ്റെയിൽസ്, ഏതെങ്കിലും ഫിഗേഴ്സ് അഡ്ജസ്റ്റഡ് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്കപ്പ് ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്താൽ അത് നമുക്ക് എന്ത് വിളിക്കാം? നോട്ട്സ് ടു അക്കൗണ്ട്സ്. അപ്പോൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.